Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. Using Fourier sine integral, show that integral 0 to infinity 1 minus cos pi omega by omega sin x omega d omega is equal to pi by 2 if 0 less than x less than pi, 0 if x greater than pi. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് ജൂലൈ 2021 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത്. അപ്പൊ ആദ്യം നമ്മൾ ഫോറിയർ സൈൻ ഇന്റഗ്രലിന്റെ ഫോർമുല എഴുതാം. Fourier sine integral. Fourier sine integral. F of x is equal to. എന്താണ് Fourier sine integralന്റെ ഫോർമുല? 1 by pi integral 0 to infinity. 1 by pi integral 0 to infinity p lambda sin lambda x d lambda. നമ്മുടെ ക്വസ്റ്റ്യനിലെ ലാംഡയ്ക്ക് ഒരു ഒമേഗയാണ്. അപ്പൊ അവസാനം നമുക്ക് ലാംഡയ്ക്ക് ഒരു ഒമേഗ കൊടുക്കാം. നമ്മൾ ഫോർമുല പഠിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. എഫ് ഓഫ് എക്സ് ഇക്വൽ ടു 1 by pi ഇന്റഗ്രൽ 0 to infinity b ലാംഡ sin ലാംഡ എക്സ് d ലാംഡ. നമുക്ക് ഫൈനലിൽ ലാംഡ റീപ്ലേസ് ചെയ്ത് ഒമേഗ കൊടുത്തു കഴിയുമ്പോൾ ഈ ആൻസറിലേക്ക് എത്തിക്കും. അപ്പൊ നമ്മൾ ഈ ലാംഡയിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്യും കേട്ടോ. അപ്പൊ ബി ലാംഡ കാണാനുള്ള ഫോർമുല എന്താണ്? ബി ലാംഡ കാണാനുള്ള ഫോർമുല 2 times അല്ലെ? ബി ലാംഡ കാണാനുള്ള ഫോർമുല 2 times 0 to infinity f of t sin lambda t dt. ലാംഡയുടെ അവസാനം നമ്മൾ ഒമേഗ എന്ന് റീപ്ലേസ് ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് എത്തിക്കാം. ഇനി 2 times 0 to ഇവിടെ f of t യുടെ ഫംഗ്ഷൻ pi by 2 ആണ്. 0 to pi ആണ്, ലോവർ ലിമിറ്റ് 0 അപ്പർ ലിമിറ്റ് pi. ആ 0 to pi യുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? pi by 2 ആണ്, sin lambda t dt. ഈ 2 ക്യാൻസൽ ചെയ്യുന്നു. അപ്പൊ നമുക്ക് pi ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ sin lambda t നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? minus cos lambda t divided by lambda then 0 to pi. ലിമിറ്റ് കൊടുക്കാം. pi മൈനസ് പുറത്തേക്ക് എടുക്കാം. മൈനസ് pi by lambda cos pi lambda മൈനസ് cos 0 എത്രയാണ്? 1 ആണ്. മൈനസ് കൊണ്ട് ഗുണിച്ച് നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? pi by lambda into 1 minus cos pi lambda. ഇതാണ് നമ്മുടെ ബി ലാംഡയുടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഇത് നമ്മുടെ ഫോർമുലയില്ലേ ഫോറിയർ കൊസൈൻ, നമുക്ക് സൈൻ ഇന്റഗ്രൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. സൈൻ ഇന്റഗ്രലിൽ ബി ലാംഡയുടെ വാല്യൂ നമുക്ക് കിട്ടി. ആ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകാം. അപ്പൊ നമുക്ക് ഫോറിയർ സൈൻ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 by pi ഇന്റഗ്രൽ 0 to infinity ബി ലാംഡയ്ക്ക് വരെ ഞാൻ കൊടുക്കുന്നു pi by lambda 1 minus cos pi lambda sin lambda x d lambda. ബി ലാംഡയ്ക്ക് വരെ ഞാൻ ഇത് റീപ്ലേസ് ചെയ്തു. ഈ പൈ ക്യാൻസൽ ചെയ്യും. അപ്പൊ എഫ് ഓഫ് എക്സ് ആണ് നമുക്ക് 0 to infinity 1 minus cos pi lambda by lambda sin lambda x d lambda. ഇനി ആൻസർ ഇത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഷോ ദാറ്റ് ചെയ്യേണ്ടത് ഇതാണ്. ഷോ ദാറ്റ് ചെയ്യേണ്ടത് ഇത് ഷോ ദാറ്റ് ചെയ്യാനായിട്ട് നമ്മള് ഇവിടെ ഇങ്ങനെ എഴുതാം. തിരിച്ചെഴുതുമ്പോ 0 to infinity 1 minus cos pi. ഇവിടെ ലാംഡയ്ക്ക് വരെ ഞാൻ ഒമേഗ കൊടുക്കാണ്. ടേക്ക് ലാംഡ ടേക്ക് ആസ് ഒമേഗ. കാരണം ആൻസറിൽ ഒമേഗയാണ് വന്നിരിക്കുന്നത്. അപ്പൊ 1 minus cos pi ഒമേഗ pi ഒമേഗ sin ഒമേഗ എക്സ് ഡി ഒമേഗ. എന്താ കിട്ടുന്നത് നമുക്ക്? എഫ് ഓഫ് എക്സ് that is equal to f of x. ഇവിടെ f of x എന്ന് പറയുന്നത് എന്താണ്? f of x is equal to pi by 2 if 0 less than x less than pi, then 0 if x greater than pi. അപ്പൊ നമുക്ക് ഫൈനൽ ആയിട്ട് കിട്ടുന്ന ആൻസർ എന്താണ്? 0 to infinity 1 minus cos pi omega by omega sin omega x d omega is equal to f of x. ഇത് നമ്മൾ ആദ്യം എഴുതി, രണ്ടാമത് എഴുതി f of x. f of x എന്ന് പറയുന്നത് എന്താണ്? pi by 2 if 0 less than x less than pi, 0 if x greater than pi. ഇനിയാണ് നമ്മൾ ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ ലാംഡയിലാണ് നമ്മൾ ഫോർമുല പഠിച്ചു വെച്ചിരിക്കുന്നത്. അവസാനം ലാംഡ റീപ്ലേസ് ചെയ്ത് ഒമേഗ കൊടുക്കുമ്പോൾ നമുക്ക് ഒമേഗയിൽ ആൻസർ കിട്ടും. അപ്പൊ ഈ ലാംഡയുടെ സ്ഥാനത്തേക്ക് ഒമേഗ കൊടുത്താൽ മതി, നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേക്കും. ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫോറിയർ സൈൻ ഇന്റഗ്രൽ ആണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പോൾ ഫോറിയർ സൈൻ ഇന്റഗ്രൽ കാണാനുള്ള ഫോർമുല എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/π ഇന്റഗ്രൽ 0 to infinity b ലാംഡ സൈൻ ലാംഡ എക്സ് ഡി ലാംഡ. ബി ലാംഡ സൈൻ ലാംഡ എക്സ് ഡി ലാംഡ. ബി ലാംഡ എന്ന് പറയുന്നത് എന്താണ്? 2 times 0 to infinity എഫ് ഓഫ് ടി സൈൻ ലാംഡ ടി ഡി ടി. ഇവിടെ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? 0 to π ഫംഗ്ഷന്റെ വാല്യൂ π/2 ആണ്. അപ്പോൾ π/2 കൊടുത്തു. അങ്ങനെ π/2 അവിടെ കൊടുത്ത് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോ നമുക്ക് ബി ലാംഡയുടെ വാല്യൂ നമുക്ക് കിട്ടും. എന്ത് കിട്ടും? π/λ into 1 - cos λ/π. അത് നമ്മുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ π കട്ടായി പോകുന്നു. അതിനുശേഷം ഫൈനൽ ആൻസറിൽ ലാംഡ നമ്മൾ റീപ്ലേസ് ചെയ്ത് ഒമേഗ കൊടുക്കും. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടും? 0 to infinity 1 - cos π omega by omega sin omega x d omega is equal to f of x. f of x എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ π/2 if 0 less than x less than by 0 if x greater. ഇങ്ങനെ ആൻസറിലേക്ക് എത്തിച്ചേരും. ഇത് ജൂലൈ 2021 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KTU ചോദിച്ചതാണ്. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.